ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ, സന്തോഷമാണോ? നിങ്ങൾ മിക്സർ കഴിച്ചിട്ടില്ലേ? മിക്സറിൽ എന്തൊക്കെയുണ്ട്? എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ്. നട്ട്സുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാറില്ലേ? ഇതുപോലെ നമ്മുടെ ലൈഫിലും എന്തൊക്കെയുണ്ട്? പരാജയം, സന്തോഷം, സങ്കടം, എല്ലാ വികാരങ്ങളും ഉണ്ട്. നമ്മുടെ ഹൃദയമാണ് ഇത്. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്? അസൂയ, വെറുപ്പ്, വിരോധം, അങ്ങനെ പലതരത്തിലുള്ള തഴക്കദോഷങ്ങളാകുന്ന പല ലെയറുകൾ നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന ഈ ലെയറുകളിൽ പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ നിരാശയിലേക്ക് നമ്മൾ പോകും. ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിന് വിഷവസ്തുയിലേക്ക് പോകും, വിഷാംശത്തിലേക്ക് പോകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ സങ്കടത്തിൻ്റെ ഓർമ്മയല്ല, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ ഓർമ്മ നമ്മൾ കാത്തു സൂക്ഷിക്കണം. എത്രമാത്രം നന്മകളാണ് നമ്മുടെ ലൈഫിൽ തന്നിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തോരം വിജയങ്ങളാണ് തന്നിരിക്കുന്നത്, എന്തോരം നന്മകളാണ് തന്നിരിക്കുന്നത്. അതെല്ലാം ഓർക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും മുറിവുകളും വേദനകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കണം. ഈശോയുടെ അടുത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ മുറിവുകളും സങ്കടങ്ങളും എല്ലാം ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോ പറയുന്നു, ഒരു വചനം പറയുന്നുണ്ട്, റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കഷ്ടത സഹനശീലം ആത്മധൈര്യവും നൽകുന്നു. അപ്പോൾ സഹനശീലവും ആത്മധൈര്യവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ടത നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് റോമ 5:5 പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഈ ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ വരുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, മറ്റുള്ളവരിലേക്ക് വരുന്നത്. നന്മയുടെ നിറങ്ങളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറയെ പ്രത്യാശ നിറഞ്ഞതായിരിക്കണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. മക്കളെ, നമ്മളെല്ലാവരും പ്രത്യാശയുടെ മക്കളായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള വാക്യം മനസ്സിൽ കുറിച്ചിടണം. ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ മക്കളായിട്ട് എല്ലാവരും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.